നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ബാർകോഴ കേസിൽ വീണ്ടും ആഘാതമേറ്റ് KM മാണി. വിജിലൻസ് കോടതി നടപടിക്ക് സ്റ്റേ ഇല്ല. ആർ സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. തിരിച്ചടിയല്ലെന്ന് മാണി. കത്ത് വിവാദത്തിൽ സരിതയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ മാനനഷ്ട കേസ്. മദ്യനയത്തിലെ UDF ആക്രമണത്തിന്റെ മുനയൊടിക്കാൻ CPIM. അധികാരത്തിൽ വന്നാൽ ബാറുകൾ തുറക്കില്ലെന്ന് യെച്ചൂരി. ഉമ്മൻചാണ്ടി നുണ പ്രചരിപ്പിക്കുന്നെന്ന് VS. ബാർ തുറക്കുമോ എന്ന് മുൻകൂട്ടി പറയാനാകില്ലെന്ന് കാനൻ രാജേന്ദ്രൻ റിപ്പോർട്ടറോട്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ചാരായം നിരോധിച്ചിട്ട് ആന്റണി ജയിച്ചില്ലല്ലോ. അതുകൊണ്ട് മദ്യത്തിനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾക്കതിലൊരു ഭയവും ഇല്ല. ഇനിയും വ്യക്തത വേണമെന്ന് KCBC. കേരളത്തിൽ കരിമണൽ ഖനനത്തിന് സ്വകാര്യ പങ്കാളിത്തമുള്ള കമ്പനികൾക്കും സുപ്രീം കോടതിയുടെ അനുമതി. എവിടെയൊക്കെ അനുവദിക്കണമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ച് ജസ്റ്റിസ് ഭാനുമതി. നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടരുത്. UDF സ്ഥാനാർത്ഥി പട്ടിക നാളെയോടെ വ്യക്തമാകും. ഒറ്റപ്പാലത്ത് ഷാനിമോളും കൈപ്പമംഗലത്ത് ശോഭാ സുബിനും INDUC അനുനയിപ്പിക്കാൻ ദ്രുത നീക്കം. KPCC തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്ന് R ചന്ദ്രശേഖരൻ. വടകരയും എലത്തൂരും ഒഴിച്ചിട്ട് JDU സ്ഥാനാർത്ഥി പട്ടിക. നേമത്ത് സുരേന്ദ്രൻ പിള്ള, അമ്പലപ്പുഴയിൽ ഷെയ്ഖ്. BJP മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാലായിൽ N ഹരി, പാറശാലയിൽ കരമന ജയൻ. കള്ളപ്പണക്കാരുടെ പനാമ രേഖകളിൽ മറ്റൊരു മലയാളി കൂടി. രഹസ്യ നിക്ഷേപമുള്ളത് തിരുവനന്തപുരം സ്വദേശി ഭാസ്കരൻ നായർക്ക്. കള്ളപ്പണക്കാർക്കെതിരെ കർശന നടപടിയെന്ന് അരുൺ ജെയ്റ്റ്ലി. മഹാരാഷ്ട്ര ശനി ശിക്നാപൂർ ക്ഷേത്രത്തിലെ സ്ത്രീകൾക്കുള്ള വിലക്ക് ഇനി ചരിത്രം. സ്ത്രീകളെ തടയില്ലെന്ന് ക്ഷേത്രസമിതി. പുനരാലോചന ബോംബെ ഹൈക്കോടതി വിധിയെ തുടർന്ന്. IPL 9ാം സീസണ് വർണ്ണാഭമായ തുടക്കം. ആദ്യ മത്സരം നാളെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. ബാർകോഴ കേസിൽ KM മാണിക്ക് കനത്ത തിരിച്ചടി. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന മാണിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ കോടതിക്ക് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ R സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. സുകേശൻ ഗൂഢാലോചന നടത്തിയതിന് തെളിവെവിടെയെന്ന് ഹൈക്കോടതി ആവർത്തിച്ചു ചോദിച്ചു. ബാർകോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു KM മാണിയുടെ ആവശ്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP R സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാകും വരെ നടപടികൾ നിർത്തിവെക്കണമെന്നും KM മാണി ആവശ്യപ്പെട്ടിരുന്നു. മാണിയുടെ ആവശ്യങ്ങൾ തള്ളിയ ഹൈക്കോടതി വിജിലൻസ് കോടതിക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും നിർദ്ദേശിച്ചു. അടിയന്തര പരിഗണന ആവശ്യമുള്ളതല്ല KM മാണിയുടെ ഹർജി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കോടതി അറിയിച്ചു. സമാന സ്വഭാവമുള്ള ആയിരക്കണക്കിന് കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ടെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. തന്നെയുമല്ല, വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സാധൂകരിക്കുന്ന തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുമില്ല. അതേസമയം കേസ് അന്വേഷിച്ച R സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. സുകേഷിനും പരാതിക്കാരനായ ബിജു രമേശും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ CD ആയിരുന്നു കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഹാജരാക്കിയത്. എന്നാൽ ഇതിന്റെ ആധികാരികതയിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഇല്ലാതെയായിരുന്നു CD കോടതിയിൽ ഹാജരാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന് കോടതി ആവർത്തിച്ചു ചോദിച്ചു. ബാർകോഴ കേസിൽ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. R സുകേഷിനെതിരായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. സുകേഷിനെതിരെ തെളിവുണ്ടെന്നോ ഇല്ലെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല. കോടതിക്ക് മുൻപാകെ ലഭിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ സുകേഷിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കരുതാനാവില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബാർകോഴ കേസിൽ KM മാണി ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി. ഒപ്പം R സുകേശൻ പരാതിക്കാരനുമായി ഗൂഢാലോചന നടത്തിയെന്ന വാദവും കോടതി മുഖവിലക്കെടുത്തിട്ടുമില്ല. S വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് A ഷുക്കൂർ, DYFI നേതാവ് A റഹീം, കേരള കോൺഗ്രസ് നേതാവ് വിക്ടർ T തോമസ്, മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് CP ഉദയഭാനു, ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹി ബിനോയ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ A ഷുക്കൂർ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് KM മാണി ഇത്തരമൊരു ഹൈക്കോടതി ഉത്തരവ് ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ആ വിജിലൻസ് കോടതിക്ക് മുൻപാകെ ഒരു ക്ലോഷർ റിപ്പോർട്ട്, അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുമുള്ളത്.
ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് കരുതി കാത്തിരിക്കാതെ ഹൈക്കോടതിയിലേക്ക് വന്ന് ഇത്തരമൊരു വിധി വാങ്ങുകയാണ് ഇവിടെ ചെയ്തത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കെ എം മാണിക്ക് എന്തൊക്കെയോ ഈ വിഷയത്തിൽ ഒളിക്കാനുണ്ട്. വിജിലൻസ് കോടതിയെ എങ്ങനെയെങ്കിലും കുറച്ചു നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തണം. അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഹൈക്കോടതിയിൽ വന്നൊരു ഇടക്കാല ഉത്തരവ് വാങ്ങി തെരഞ്ഞെടുപ്പ് സമയം വരെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തള്ളി നീക്കണം. അത്തരമൊരു തോന്നൽ ഉണ്ടാക്കുകയില്ലേ ഈ ഹർജിയും ഇന്ന് വന്ന ഈ ഏറെ പ്രതികൂലമായ ഈ ഉത്തരവും? അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മാണി സാർ തന്നെ ഇത് സംബന്ധിച്ച് മറുപടി നന്നായി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് എതിരായ ഒരു കോടതിയുടെ നടപടിയായിട്ട് ഇതിനെ കാണാനാകില്ല. എന്നാൽ ഒരു സ്റ്റേ ഇതിൽ മേൽ പ്രതീക്ഷിച്ചിരുന്നു. സ്റ്റേ ലഭിച്ചിട്ടില്ല. സ്റ്റേ ലഭിച്ചില്ല എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. മറ്റ് വിജിലൻസ് കോടതിയുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് എതിരില്ല. ഹൈക്കോടതി അതിൽ വിചാരണ കോടതിയുടെ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതിനെ നേരിടേണ്ടത് മാണി സാറ് എതിരായ ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് വിചാരണ കോടതി എടുക്കേണ്ടത്, അതിലേക്ക് പോകട്ടെ. പക്ഷേ മാണി സാർ ഒരു സ്റ്റേ പ്രതീക്ഷിച്ചിരുന്നു, അത് ലഭിച്ചിട്ടില്ല. എന്നാൽ കേസ് തീർപ്പ് കൽപ്പിക്കേണ്ട ഘട്ടത്തിൽ തീർപ്പ് കൽപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് മാണി സാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു വലിയ കനത്ത തിരിച്ചടി എന്നൊക്കെ പ്രചരണം, അത് ബോധപൂർവം ചില പ്രചരണങ്ങളായി മാത്രമേ കാണാൻ കഴിയൂ. അതേസമയം ഇന്ന് തന്നെ മറ്റൊരു വസ്തുത ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ LDF നയം മദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് എന്നുള്ളത് അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യ വിഷൻ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മദ്യനയം കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പങ്കെടുത്തതാണ്. എന്തായാലും വളരെ ക്ലിയറാണ് ഇതിനകത്ത്. മാണി സാറ് ഒരു സ്റ്റേ പ്രതീക്ഷിച്ചിരുന്നു, സ്റ്റേ കിട്ടിയിട്ടില്ല. ബാക്കി കാര്യങ്ങൾ വിചാരണ കോടതിയുടെ നടപടി മുന്നോട്ട് പോകട്ടെ. അതിൽ സുകേഷന്റെ റോൾ എന്തായിരുന്നു, സുകേഷൻ ഏതെല്ലാം തരത്തിലാണ്, ഏതാണ് സംഭവിച്ചത്, കോടതിക്ക് തന്നെ വ്യക്തതയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചില കാര്യങ്ങൾ അതിൽ സംശയം പ്രകടിപ്പിച്ചു. ഇതെല്ലാം ഇനി വരുന്ന നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാനിരിക്കുന്നു. അതേതായാലും കാണാം. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കിട്ടിയ ഒരു അടിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേ കിട്ടിയില്ല എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് വഴിയെ പരിശോധിക്കാം. പ്രത്യേകിച്ച് താങ്കൾ തന്നെ സുകേഷിൻ്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് അതിലേക്ക് നമുക്ക് അല്പസമയത്തിനകം കടക്കാം. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് വിക്ടർ ടി തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിക്ടർ ടി തോമസ്, കെ എം മാണി എന്തുകൊണ്ടാണ് വിജിലൻസ് കോടതിയിലേക്ക് നേരിട്ട് പോകാൻ ഭയപ്പെടുന്നത്? വിജിലൻസ് കോടതി ഈ മാസം 16-ന് ഈ കേസ് പരിഗണിക്കുന്നുവെങ്കിൽ അപ്പോൾ അന്നുവരെ കാത്തിരിക്കുകയായിരുന്നില്ലേ ഉചിതം? ഈ രീതിയിൽ ഒരു വളരെ മോശമായ അല്ലെങ്കിൽ ഒട്ടും കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ സ്റ്റേ ചെയ്തില്ല എന്ന് തന്നെയുമല്ല, ഒപ്പം തന്നെ സുകേഷിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ കോടതി അതൃപ്തി പ്രകടിപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കെ എം മാണി വിജിലൻസ് കോടതിയിലേക്ക് പോകാൻ ഭയപ്പെടുന്നത്? മാണിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരോട് നിങ്ങൾ എന്തു മറുപടി പറയും? ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഇത് ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ വിജിലൻസ് കോടതിയോടുള്ള ഭയവുമല്ല. പക്ഷെ വിജിലൻസ് കോടതി ഒരു കാര്യം പരിശോധിക്കുന്നതിന് മുമ്പ് ഈ 16-ാം തീയതി കേസ് വെച്ചിരിക്കുമ്പോൾ ഇവിടെ വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ആദ്യ അന്വേഷണം നടത്തി, പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. സുകേഷിനും ബിജു രമേശുമായിട്ടുള്ള സിഡിയും അതിനകത്തെ ചർച്ചകളും കൃത്യമായി സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് കൂടി എടുത്തതിനു ശേഷം വേണം വിജിലൻസ് കോടതി അത് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് മാണി സാറിൻ്റെതായ ആവശ്യം. അല്ല, അതിനകത്ത് ഒളിച്ചോട്ടമല്ല, സത്യസന്ധമായ അന്വേഷണത്തെ നേരിടുക എന്നുള്ള ശക്തമായ ആ നീക്കത്തിന്റെ ഭാഗം. ആ സത്യസന്ധത തെളിയിക്കണം. ഇതിനകത്ത് അട്ടിമറി നടന്നിട്ടുണ്ട്, ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ
അത് ഗവൺമെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോൾ ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം വിജിലൻസ് കോടതി ആ കോടതിയിലേക്ക് പോകണം എന്നുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല ഒരു ഭയത്തിന്റെയോ ഒരു ഇതിന്റെയോ ഒളിച്ചോട്ടത്തിന്റെയോ ആവശ്യമല്ല. ശ്രീ വിക്ടർ ടി തോമസ്, ഇന്ന് കോടതിയിൽ താങ്കൾ പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ റിപ്പോർട്ട് വായിച്ച ശേഷം ഹൈക്കോടതി പലതവണ ചോദിച്ചു, ഇതിൽ സുകേഷിനെതിരെ തെളിവെവിടെ എന്ന്. അന്വേഷണ സംഘത്തിന് പറയാൻ പറ്റിയത് സുകേഷിനെതിരെ തെളിവുണ്ടെന്നോ തെളിവില്ലെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ വിശദീകരണം. കൃത്യമായി തെളിവുകൾ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി സമർപ്പിക്കണം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൃത്യമായി അന്വേഷണം പൂർത്തീകരിച്ച് അതിനുശേഷം വേണം അത് വിജിലൻസ് കോടതിയിലേക്ക് വരണം എന്നുള്ളതാണ് ആവശ്യം. ശരിയാണ്, ആ ആവശ്യം നിങ്ങളുടെ ആവശ്യം, കെ എം മാണിയുടെയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരുടെയും ആവശ്യം അതാണ്. പക്ഷേ ഹൈക്കോടതി അതിനെ ആ നിലയ്ക്കല്ലല്ലോ ഇന്ന് കണ്ടത്. ഇതിൽ സുകേഷിനെതിരെ തെളിവുണ്ടായിരുന്നില്ല ഇന്ന് കൊടുത്ത റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ ആകെ ബിജു രമേശും സുകേഷിനും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഒരു CD ആണുള്ളത്. അത് ലാബ് പരിശോധിക്കുകയോ അതിന്റെ സർട്ടിഫിക്കറ്റോ റിപ്പോർട്ടോ ഒന്നുമില്ലാതെ ആ CD മാത്രം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷിക്കണം, അതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ക്രൈംബ്രാഞ്ച് സത്യസന്ധമായി അന്വേഷിക്കണം. കോടതിക്ക് സംശയമുണ്ടെങ്കിൽ കോടതി വീണ്ടും കേസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. കേസ് തള്ളുകയല്ലല്ലോ കോടതി ചെയ്ത്. കോടതി കേസ് സ്വീകരിക്കുകയും മെയ് മാസം 19-ാം തീയതി കോടതി വീണ്ടും ആ കോടതി കേസ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിജിലൻസ് കേസിനകത്ത് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞാണ് കോടതി ഇരുന്നത്. കോടതി സ്റ്റേ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് തള്ളി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. തള്ളിയിട്ടില്ല. കോടതി കേസ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കേസ് എടുത്തിരിക്കുന്നു. മെയ് 19-ാം തീയതി കേസ് വീണ്ടും വെച്ചിരിക്കുന്നു. അവിടെ തള്ളി എന്ന് പറയുന്നതിനകത്ത് എന്താ അടിസ്ഥാനം? ശ്രീ വിക്ടർ ടി തോമസ്, ഇന്നത്തെ പ്രധാനപ്പെട്ട വാദം ഇടക്കാല ഉത്തരവായിരുന്നു. താങ്കൾ ദയവായി വീണ്ടും അത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താങ്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാദം ഇടക്കാല ഉത്തരവ് വേണമെന്നായിരുന്നു. ഇടക്കാല ഉത്തരവിന്റെ ആവശ്യം എന്തായിരുന്നു? ഇടക്കാല ഉത്തരവ് ഈ നടപടികൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇടക്കാല ഉത്തരവ് വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് വാദിച്ചത്. അതിലെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് കോടതി അംഗീകരിച്ചില്ല. സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? ഈ കോടതി 16-ാം തീയതി വിജിലൻസ് കോടതി ചെയ്യുന്നതിന് മുമ്പ് ഈ ഗൂഢാലോചനയും ഈ സുകേഷിനും ബിജു രമേശിനുമായി നടത്തിയിരിക്കുന്ന രഹസ്യ ഏർപ്പാടുകൾ അത് കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയം കൊടുക്കണം. അത് ക്രൈംബ്രാഞ്ച് കൃത്യമായി അതിന് രേഖകൾ കൊണ്ടിരുന്നത് സത്യസന്ധമായ രേഖകൾ പുറത്തുനിന്ന് വരെ ആ കോടതി വിജിലൻസ് കോടതി ഇടപെടരുതെന്നാണ് പറഞ്ഞത്. അത് ഇടപെട്ടാലും അത് തെറ്റായ നടപടികൾ ഉണ്ടായാൽ ആ നടപടികൾ അത് കോടതിയിൽ കൊണ്ടുവരാം. മെയ് 19-ാം തീയതി കോടതി വീണ്ടും ആ കേസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ റിപ്പോർട്ടുകളും മാധ്യമങ്ങളും പറയുന്ന പോലെ തള്ളി ഏതാണ്ട് ഒളിച്ചോടുകയാണ് അല്ലെ പേടിക്കാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. നിയമപരമായി നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രീ വിക്ടർ ടി തോമസ്, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ ഒരു കാര്യം താങ്കളെ അറിയിക്കാനുണ്ട്. ഒന്ന്, ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ടു, സ്റ്റേ കിട്ടിയില്ല. 2, ആർ സുകേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനും പരാതിക്കാരനായ ബിജു രമേശും തമ്മിൽ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു വിവരവും കോടതിയുടെ മുൻപാകെ വന്നിട്ടില്ല. ഈ 2 കാര്യങ്ങളിലും കെ എം മാണി ഉന്നയിച്ച ആക്ഷേപങ്ങൾ കോടതി കണക്കിലെടുത്തില്ല. തന്നെയല്ല, പ്രാഥമികമായി തള്ളിക്കൊണ്ടാണ് ഇന്ന് സ്റ്റേ കൊടുക്കാതിരുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഹർജി നിരാകരിച്ചിട്ടില്ല, ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, അത് തുടർവാദത്തിന് വെച്ചിട്ടുമുണ്ട്. ഈ മാസം 16-ന് വിജിലൻസ് കോടതി എടുക്കുന്ന തീരുമാനം സ്വീകാര്യമല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ പരാതിക്കാരനോട് പറഞ്ഞിട്ടുമുണ്ട്. അത് ശരി തന്നെയാണ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, ഗൂഢാലോചനാ വാദം പ്രഥമ ദൃഷ്ട്യാ കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനും പരാതിക്കാരനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രഥമ ദൃഷ്ട്യാ കോടതി തള്ളിയിരിക്കുന്നു. മറ്റൊന്ന് സ്റ്റേ കിട്ടിയിട്ടുമില്ല. ഈ 2 വിഷയമാണ് ചോദിക്കുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യസ്ഥിതി. അത് ശരിയാണ്, അത് ഞാനും ശരിയാക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് തീർന്നിട്ടില്ല. ക്രൈംബ്രാഞ്ച് പ്രത്യേക ആദ്യ റിപ്പോർട്ട് നടത്തി അതിനകത്ത് ശരിയുണ്ടെന്ന് കണ്ട് വീണ്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷമേ വിജിലൻസ് കോടതി ആ കേസ് കൈകാര്യം ചെയ്യാവൂ എന്നാണ് ആവശ്യപ്പെട്ടത്. അതുവരെ ഇത് സ്റ്റേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി കണ്ടതിന് ശേഷമേ വിജിലൻസ് കോടതി ആ കേസ് കിട്ടാവൂ എന്നാണ് പറഞ്ഞത്. അത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഞാൻ ശരിയാകുന്നു. ആ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പൂർണ്ണമായി എടുത്തുകൊണ്ട് ആ സത്യസന്ധത പുറത്തു കൊണ്ടുകൊണ്ട് നീതിക്ക് ന്യായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവിടെ ഒളിച്ചോട്ടമോ അല്ല ഇതൊന്നും പേടിയോ ഒന്നുമല്ല. സത്യസന്ധമായ റിപ്പോർട്ട് വരട്ടെ. അവിടെ എന്തെങ്കിലും തെളിയും, അവിടെ ഗൂഢാലോചനയുണ്ടോ തെളിയും, അവിടുത്തെ
ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ പൂർണ്ണ റിപ്പോർട്ട് കിട്ടി, ആ റിപ്പോർട്ട് വന്നതിന് ശേഷമേ വിജിലൻസ് കോടതി അത് കേസ് എടുക്കാവൂ എന്നുള്ള അതുവരെ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. വിക്ടർ, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഈ ചർച്ചയിൽ താങ്കളെ ഉടനീളം ആവശ്യമുള്ളത് കൊണ്ട് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ AR റഹീം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഇതിലെ മർമ്മപ്രധാനമായ വിഷയമെന്ന് തോന്നുന്നു. സർക്കാർ നിലപാടിൽ നിന്ന് പിന്നോട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതിക്കാരനുമായി ഗൂഢാലോചന നടത്തി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതിബന്ധവും കോടതി വിധി സൃഷ്ടിച്ചിട്ടില്ല. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനും പരാതിക്കാരനും ഗൂഢാലോചന നടത്തിയെന്ന ആ വാദം വീണ്ടും ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഉത്തരവിന് ശേഷവും സർക്കാർ വിശദീകരിക്കുന്നത്, മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ശ്രീ വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണം പൂർണ്ണമായി തെറ്റാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ മുഴുവൻ പേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വരുന്നപ്പോഴാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ശ്രീ സുകേശൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് KM മാണി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നു. മാർച്ച് മാസം 22, ഏപ്രിൽ 1, 2 തീയതികളിലായി 25 ലക്ഷം രൂപ മാണി കൈപ്പറ്റിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുക്കുന്നത്. അതിനുശേഷം ശ്രീ സുകേശന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നു. ആ കടുത്ത സമ്മർദ്ദത്തിന് ശേഷം ഇതിനകത്ത് വിൻസെൻ്റ് എംപോൾ ഇടപെടുന്നു. വിൻസെൻ്റ് എംപോൾ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തിരുത്തി തുടരന്വേഷണ റിപ്പോർട്ട് പൂർണ്ണ റിപ്പോർട്ടാക്കി വേറൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, മാണിയെ കുറ്റമുക്തനാക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ സുകേശൻ അതിനുശേഷം സുകേശൻ രണ്ടാമത് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ സുകേശൻ റിപ്പോർട്ട് കൊടുക്കുന്ന ഈ നാടകീയമായ സംഭവങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഗൂഢാലോചനയുടെ തെളിവുകൾ ഇവരുടെ കൈവശമുണ്ടല്ലോ. എന്തേ മുഖ്യമന്ത്രിയോ വിജിലൻസ് അധികൃതരോ മറ്റുള്ളവരോ അതിനെ സംബന്ധിച്ച് അന്ന് പറഞ്ഞില്ല? സുകേശനെതിരെ ഇപ്പോഴും ഉന്നയിക്കുന്ന ഗൂഢാലോചനയുടെ തെളിവുകൾ നേരത്തെ തന്നെ ഗവൺമെൻറ് കൈവശമുണ്ടല്ലോ, വിജിലൻസിൻ്റെ കൈവശമുണ്ടല്ലോ. വിജിലൻസിൻ്റെ കസ്റ്റഡിയിലുള്ള ആ തെളിവുകളെ സംബന്ധിച്ച് ആ CD ആണല്ലോ ഇന്ന് ഹൈക്കോടതി കൊണ്ടുപോയി ഹൈക്കോടതി ദൂരെ എടുത്ത് എറിഞ്ഞത്. ആ CD മുൻപേ ഉണ്ടല്ലോ. എന്തേ അതിനെക്കുറിച്ച് അന്ന് വേണ്ടിയില്ല? അത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ വിൻസെൻ്റ് എംപോളിനെ മാറ്റി നിർത്തി ഈ സമ്മർദ്ദം ചെലുത്തി സുകേശനെ കൊണ്ട് ഇയാളെ KM മാണിയെ ഒഴിവാക്കി കേസ് കൊടുപ്പിച്ചത്. ഈ കേസിലുടനീളം തന്നെ ആദ്യം മുതൽ തന്നെ കാണാനാകും കോടതിയുടെ ശക്തമായ ഇടപെടൽ നിമിത്തമാണ് ഗവൺമെൻറ്റിന് അല്പമെങ്കിലും ഇക്കാര്യത്തിൽ മുൻപോട്ട് പോകാനായത്. ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുകയാണ്. KM മാണിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മാനമുണ്ട് എങ്കിൽ ഈ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ നോക്കൂ, KM മാണി രാജിവെക്കേണ്ടുന്ന സാഹചര്യപ്പെടാം. ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ ഇടപെടൽ വരുന്നു. ഹൈക്കോടതിയിലുള്ള പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളുകയും സ്റ്റേ ലഭിക്കാതിരിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാനുള്ള രാഷ്ട്രീയ മര്യാദയാണ് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള രാഷ്ട്രീയ അഡ്വക്കേറ്റ് CP ഉദയഭാനു നിയമവിദഗ്ധൻ ഈ ചർച്ചയിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവില്ല. നിരവധി കാലങ്ങളുടെ പാരമ്പര്യവും പശ്ചാത്തലവുമുള്ള ഒരു നേതാവാണ് KM മാണി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളത്തെ പ്രവർത്തനം നോക്കുക. ബാർ കോഴ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹം നേരിട്ട് ഹർജി കൊടുത്തില്ലെങ്കിലും ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് അത്തരമൊരു ഹർജി കൊടുപ്പിച്ച് ഒരു പരാമർശം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആഭ്യന്തര വകുപ്പ് കൊടുത്ത ഹർജിയിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരായ തിരുവനന്തപുരം വിജിലൻസ് കോടതി പരാമർശങ്ങൾ നീക്കിയെങ്കിലും KM മാണിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ആ ഉത്തരവിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോഴിതാ സ്റ്റേ കിട്ടിയില്ല തന്നെയല്ല, സുകേഷിനെതിരായ ഗൂഢാലോചനാവാദം കോടതി പ്രഥമ ദൃഷ്ട്യാ അംഗീകരിക്കുന്നുമില്ല, തെളിവില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. എവിടെയൊക്കെയോ പിഴയ്ക്കുന്നുണ്ടോ KM മാണി എന്ന രാഷ്ട്രീയ നേതാവിന്? നിയമപരമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഉപദേശങ്ങൾ തെറ്റാണ് എന്ന് വേണമോ നമുക്ക് കരുതാൻ? ശ്രീ വിജയൻ, ഈ ചർച്ചയിൽ ഉടനീളം KM മാണി എന്ന പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് 50 വർഷത്തെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ വിക്ടറും ഇനി സംസാരിക്കുന്ന ശ്രീ കുറും ഒരുപക്ഷെ സംസാരിക്കാനിരിക്കുന്നതും. നാം ഇതിനെ മനസ്സിലാക്കേണ്ടത് ശ്രീ വിജയൻ മറ്റൊരു രീതിയിലാണ്. ഈ ക്രിമിനൽ നടപടിക്രമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ രീതിയെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ടും ഒരു കേസ് എപ്രകാരം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്തി അട്ടിമറിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബാർക്കോഴ കേസ്. ശ്രീ KM മാണിക്കെതിരെ ഉള്ള അന്വേഷണത്തിൽ ശ്രീ KM മാണി ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? പ്രതിയാണ്. ആ പ്രതിയാണ് പറയുന്നത് അന്വേഷണം ശരിയല്ല എന്ന്.
എന്നിട്ട് പ്രതി പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിലെ വാദിയാര ആ വാദിയുമായി കൂട്ടുചേർന്ന് ചില രേഖകൾ ഉണ്ടാക്കി, അത് ഗൂഢാലോചനയാണ്, അത് എനിക്കെതിരെ ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം മാറ്റിവെക്കുക, ശ്രീ കെ മാണിനെ മാറ്റിവെക്കുക, ശ്രീ ബിജു രമേശിനെ മാറ്റിവെക്കുക, ശ്രീ സുകേഷിനെ മാറ്റിവെക്കുക, നമ്മൾ വേറൊരു തട്ടിപ്പ് കേസ് എടുക്കുക. ആ തട്ടിപ്പ് കേസിലെ പ്രതി ഇപ്രകാരം വ്യത്യസ്തങ്ങളായിട്ടുള്ള തിയറികൾ കൊണ്ടുവരില്ലേ? അത് ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ ചേരാത്ത ഒരു ലോജിക്കലായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഇല്ലാത്ത വാദങ്ങൾ കൊണ്ടുവന്നു വരും. അതെല്ലാം സ്വീകരിക്കാൻ അന്വേഷണ ഏജൻസി ബാധ്യതയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ ആകെ അട്ടിമറിക്കപ്പെടുകയില്ലേ? അപ്പോൾ വളരെ വിചിത്രവും അസാധാരണവുമായിട്ടൊരു നിലപാട് പ്രതി കൊണ്ടുവരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് സ്വീകരിപ്പിക്കുവാനും അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുപ്പിക്കാനും ശ്രമിച്ചു. അത് കഴിഞ്ഞു എന്നതിന്റെ ഈ ക്രിമിനൽ നടപടി നിയമത്തിന്റെ അതുപോലെ ഒരു ക്രിമിനൽ കേസിനെ അതിന്റെ നാം പൊടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീ കെ എം മാണിയുടെ ഈ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ഇതൊരു അസാധാരണവും വിചിത്രവുമാകുന്നത്. ആ വൈചിത്രമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് അന്വേഷണ സംവിധാനത്തെ അട്ടിമറിക്കുവാനും ഗവൺമെന്റ് മെഷീനറി ആകെ തന്നെ തനിക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുവാനും അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഗവൺമെന്റ് തലത്തിൽ നടത്തിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ ഇവിടെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ തയ്യാറല്ല എന്ന് താക്കീതോടെ പറയുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമായിരുന്നു സീസർ പ്രയോഗം നടത്തുന്ന ശ്രീ കമാൽ പാഷയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇപ്പോൾ ശ്രീ പി ഡി രാജൻ വളരെ സമർത്ഥമായി വളരെ ധീരമായി ഇപ്പൊ പറയുന്നു, ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എടുത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് വൈരനിരാധന ബുദ്ധിക്ക് സമാനമായിട്ടുള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ശ്രീ കെ എം മാണിക്ക് കിട്ടുന്ന നിയമോപദേശമല്ല, അദ്ദേഹം ചവിട്ടി നിൽക്കുന്ന കാലടികളിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്ന സാമ്രാജ്യത്തിന് സത്യസന്ധതയുടെയും ആദർശത്തിന്റെ ആൾരൂപമെന്നും മറ്റും പറഞ്ഞ് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആ സാമ്രാജ്യം തകർന്നു വീഴുകയാണ്. എല്ലാ കാലത്തും ആളുകളെ ഒരേപോലെ പറ്റിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സമവാക്യം, ഒരു സൂത്രവാക്യമുണ്ടല്ലോ, അതിന്റെ പ്രായോഗികമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ വിജയൻ ഇത് അടിക്കടി നിയമപരമായി ഇത്തരം തിരിച്ചടികൾ ഏറ്റുവാങ്ങാണ്ട് വരുന്നത്. ഹൈക്കോടതി എന്നൊരു സംവിധാനം ഇല്ലായിരുന്നു എങ്കിൽ കേരള സംസ്ഥാനം തന്നെ തീരെഴുതി മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഇവരെല്ലാം സമ്പന്നരാകുമായിരുന്നു. നമ്മളെല്ലാം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലെത്തുമായിരുന്നു. ഇതാണ് പ്രാഥമികമായിട്ട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ശരിയാണ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമീപകാലത്ത് ഇത്രയും നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നു തൊട്ട് ദ്രുത പരിശോധന നടക്കുന്ന ഘട്ടം മുതൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് വരികയായിരുന്നു. ശ്രീ A. ഷുക്കൂർ, ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു ഗൂഢാലോചന വാദം കൊണ്ടുവരിക, അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കുക, ഒരു അന്വേഷണത്തിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് ആ കേസ് കൈമാറുക, അതിനുശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ്, സുകേഷിനെതിരെ തെളിവുണ്ടെന്നോ തെളിവില്ലെന്നോ പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് പറയുന്നു. ഒരു CD കോടതിയിൽ ഹാജരാക്കുന്നു. ആ CD ലാബ് പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരിശോധന നടത്തിയെന്ന് പറയുന്നു. റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നു. ഈ രീതിയിൽ സാധാരണക്കാർക്ക്, രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ സാധാരണക്കാർക്ക് ദഹിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളാണ് ബാർ കോഴ കേസിൽ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാറിൻ്റെ ചാനലുമായി ഇപ്പോൾ നമ്മുടെ സ്ക്രോളിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ എഴുതി കാണിക്കുന്നത് മാണിയുടെ ഹർജി തള്ളിയെന്നാണ്. വളരെ മോശമാണ് ആ പ്രയോഗം തന്നെ. മാണി സാറിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയിട്ടില്ല. മാണി സാറിൻ്റെ ഹർജി തള്ളിയെന്നും അപ്പോൾ ഈ ഒരു മുൻവിധിയോടുകൂടിയാണ് ചാനൽ ചർച്ച തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉദയഭാനു സാറ്, അദ്ദേഹം നിയമവിദഗ്ധനായിട്ടാണോ ഇതിൽ പങ്കെടുത്തത്, അത് ബാർ ഉടമകളുടെ വക്കീലായിട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. വിജയകുമാർ മാണിയുടെ ഹർജി തള്ളി എന്ന് പറയുകയും എന്നാൽ സ്റ്റേ അനുവദിക്കുന്നില്ല, ബാക്കി അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. റഹീമിനെ പോലുള്ളവരാണെങ്കിൽ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാൻ ഓർമ്മിക്കുകയാണ്. ഞാനൊന്ന് തുറന്നു പറയട്ടെ,
ഇതൊരു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയായി നിങ്ങൾ മാറ്റുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇതല്ല മറ്റ് ചാനലുകളിൽ നടക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ മദ്യനയം തിരുത്തിയ ഇടതുമുന്നണിയുടെ തിരുത്തിയ മദ്യനയം സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വേറെ കാര്യമാണ്. മാണി സാറിനെ വീണ്ടും കുഴപ്പത്തിലാക്കാൻ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കാൻ രാഷ്ട്രീയ കുതന്ത്രം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ ചാനൽ, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ താല്പര്യം അതാണ് എന്നുള്ളത് മനസ്സിലായി. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പറഞ്ഞാലും ശരി, എത്ര കള്ളപ്രചരണം നടത്തിയാലും ശരി, ഏതൊക്കെ നിയമ വിദഗ്ധന്മാരെ കൊണ്ട് പറയിച്ചാലും ശരി, ഏതായാലും സുകേശനും ബിജു രമേശുമായിട്ടുള്ള അവിഹിത ബന്ധം പുറത്തു വരിക തന്നെ ചെയ്യും. അത് പുറത്തു വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള നിയമവിദഗ്ധരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അപ്പോൾ മലക്കം പറയാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. ഏത് തരത്തിലാണ് ആ അവിഹിത ബന്ധം ബിജു രമേശുമായിട്ടുള്ളത് സുകേശന് എന്നുള്ളത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ചില നടപടികളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന കോടതി മുമ്പാകെ വന്നിരിക്കുന്ന നടപടിയിൽ വീഴ്ചയുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ യഥാർത്ഥ വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ കോടതി ഈ വസ്തുത തിരിച്ചറിയും. ഇതിനകത്ത് ബാർ മുതലാളിമാരുടെ പ്രതിനിധിയായ നേതാവായ ബിജു രമേശ്, സുകേശൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ ക്വിക്ക് വെരിഫിക്കേഷന്റെ ആള്, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് തെളിയുന്നതോടെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ഏതായാലും സത്യാവസ്ഥ പുറത്തു വരുന്നത് കൊണ്ട് ഹർജി തള്ളി എന്ന് എഴുതി കാട്ടിയാലും അത് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ സ്ഥാപിത താല്പര്യവും പുറത്തു വരും. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവര് മറ്റ് ചാനലുകളിൽ ചർച്ച മദ്യനയം സംബന്ധിച്ച് നടക്കുന്നു, അവിടെയും ഞങ്ങൾക്കൊക്കെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വരാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ മദ്യനയമാണ് എന്നാണ് തെറ്റിദ്ധരിച്ചാണ് ഞാൻ വന്നത്. എന്തായാലും ഇത്തരം കാര്യം തുറന്നു പറയുന്നു. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ഏതെല്ലാം തരത്തിൽ മാണി സാറിനെ വീണ്ടും അവഹേളിക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും. അത് ഏതായാലും ബാർ കോഴയിൽ 25 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ തെളിവുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കോടതിയിൽ ഹാജരാക്കിയാൽ മതിയല്ലോ. സാറിനെ ശിക്ഷിക്കുമല്ലോ, മാണി സാറിനെ ശിക്ഷിക്കുമല്ലോ. എന്തിന് ഇത്തരത്തിൽ നുണപ്രചരണവും കള്ളപ്രചരണവും മറ്റു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് ജനമനസ്സുകളിലേക്ക് കൊടുക്കാൻ ഈ സമയം നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളത് ബോധപൂർവമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു വിശദീകരണം നൽകിയ ശേഷം താങ്കളോട് സാറായാലും ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശരിയല്ല. ശ്രീ എ ഷുക്കൂർ, ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകാനുണ്ട്. മദ്യനയം സംബന്ധിച്ചുള്ള ചർച്ച ഇന്നലെയും കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ നടത്തിയിരുന്നു. താങ്കൾ അതിൽ ഒരു ദിവസം പങ്കെടുത്തിട്ടുള്ളതാണ്. ഇന്നും ഞങ്ങളുടെ 9 മണി പ്രോഗ്രാം ദയവായി താങ്കൾക്ക് പറ്റുമെങ്കിൽ കാണണം. അതിൽ മദ്യനയം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. ഇല്ല, എനിക്ക് വേറെ നിങ്ങൾ ഈ സമയം 8 മുതൽ 8:30 വരെ ഇവിടെ, അത് കഴിഞ്ഞ് എനിക്ക് വേറെ കൂടെ ജോലിയുണ്ട്, അതിനുകൂടെ പോകണം. അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മദ്യനയമാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം. മദ്യനയം ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീ എ ഷുക്കൂർ, താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട. മദ്യനയം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 9 മണി എഡിറ്റേഴ്സ് അവറിലെ പ്രധാനപ്പെട്ട ചർച്ച മദ്യനയം തന്നെയായിരുന്നു. അക്കാര്യം താങ്കളെ അറിയിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമാണ്. അക്കാര്യം താങ്കളെ അറിയിക്കായിരുന്നു. ചർച്ച ചെയ്യുന്ന കാര്യം താല്പര്യമില്ല. ഇല്ല, അതിൽ ചർച്ച താല്പര്യമില്ല. അല്ല, ചർച്ച ചെയ്യുന്ന കാര്യം താങ്കളെ അറിയിക്കുകയായിരുന്നു. പറഞ്ഞിരുന്നില്ല. എന്നോട് പ്രധാന സ്റ്റോറി 8 മുതൽ, അത് ശരി, 8 മുതൽ 8:30 വരെ ചർച്ച ചെയ്യുന്ന വിഷയം മദ്യനയം എന്ന് പറഞ്ഞിരുന്നു. ശരണ്യാണ് എന്നോട് പറഞ്ഞിരുന്നത്. പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും വന്നതുകൊണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയേണ്ട കാര്യം പറയുന്നു. പക്ഷെ ഈ തെറ്റിദ്ധാരണ മാറ്റണം. ഈ ഹർജി തള്ളി എന്നുള്ള ആ സ്ക്രോളിംഗ് പിൻവലിക്കുകയും ചെയ്യണം. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. ശ്രീ എ ഷുക്കൂർ, അക്കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം ഇതാണ്. കെ മാണി ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ സ്റ്റേ ചെയ്യണം എന്നായിരുന്നു. അദ്ദേഹം ഇടക്കാല ഉത്തരവിന് വേണ്ടി നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. ആ ഇടക്കാല ഉത്തരവിന് വേണ്ടിയുള്ള വാദമാണ് കോടതി നിരാകരിച്ചത്. അതിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്ന് കൃത്യമായി ഞാൻ പറയാം. അന്വേഷണം, അതായത് ആർ സുകേശിനെതിരായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ബാർ കോഴക്കേസ് പരിഗണിക്കരുത്, അതിന് സ്റ്റേ നൽകണം.
ആ സ്റ്റേ നൽകുന്നതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വന്നതിന് ശേഷമേ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ ഹർജി പരിഗണിക്കാവൂ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഹൈക്കോടതി പറഞ്ഞതെന്താണ്? ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. കോടതി പറഞ്ഞു 16-ാം തീയതി പറയേണ്ടത് എങ്ങനെയാണ്? പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ ഞങ്ങളുടെ വാർത്തകൾ മുഴുവൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഈ നമ്മുടെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ന്യൂസ് സ്റ്റോറിയും താങ്കൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതിൽ കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഹർജിയുടെ കാര്യത്തിൽ സ്റ്റേ അനുവദിച്ചില്ല, ഇടക്കാല ഉത്തരവില്ല. ബാർ കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടികൾ തുടരണം. 16-ാം തീയതി ഹർജി ആ കേസ് പരിഗണിക്കണം. വിജിലൻസ് കോടതി യുക്തമായ തീരുമാനമെടുക്കണം. അതിൽ പരാതി ഉണ്ടെങ്കിൽ KM മാണിക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം. ആ ഘട്ടത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി മുൻപാകെ കക്ഷി ചേരാൻ വന്ന മുഴുവൻ പേരുടെയും വാദം കോടതി പരിഗണിക്കണം. ഒപ്പം തന്നെ അതിൽ ആ വിധി സ്വീകാര്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ 16-ാം തീയതി ശേഷമുള്ള വിധി സ്വീകാര്യമല്ലെങ്കിൽ പരാതിക്കാരന് കോടതിയെ സമീപിക്കാം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല എന്ന് തീർത്തു പറഞ്ഞാണ് കോടതി ആ ഹർജി തള്ളിയത്, ആ ഇടക്കാല സ്റ്റേ എന്ന ആവശ്യം തള്ളിയത്. അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. താങ്കൾ ഒരുപക്ഷെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ന്യൂസ് സ്റ്റോറി ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഈ ഞാൻ വിജയകുമാറെ ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് കൂടെ. ഹർജി തള്ളിയിട്ടില്ല, ഇടക്കാല സ്റ്റേ തരണം എന്ന് പറഞ്ഞത് അനുവദിച്ചിട്ടില്ല. അത് പറയണം. ഹർജി തള്ളിയിട്ടില്ല, ഇടക്കാല സ്റ്റേ എന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ഇത് രണ്ടും ആവശ്യമാണ്. അന്തിമമായ ഒരു വിധി വരുന്നു, അതിനു മുമ്പ് ഇടക്കാല ആവശ്യം വേണം. ആ ആവശ്യം ഒരു ഹർജിയാണ്, ആ ഹർജിയാണ് തള്ളിയത്. അതാണല്ലോ പ്രധാനം, ഇടക്കാല സ്റ്റേ. ശ്രീ A. ഷുക്കൂർ, താങ്കൾക്കറിയാം എന്തിനാണ് KM മാണി ഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്? 16-ാം തീയതി നടക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ അത് സ്റ്റേ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ ആവശ്യം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല, ആ ഹർജി നിരാകരിച്ചു കോടതി. അത് വിചാരണ കോടതി തീർക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. ആ വിഷയത്തിൽ അതാണ് അക്കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം. ഏതായാലും താങ്കൾക്കത് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ A. റഹീം, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ആക്ഷേപം, ആ ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ബാർ കോഴ കേസിൽ K. ബാബുവിനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ K. ബാബു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു CPIM MLAയുടെ വീട്ടിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടന്നത്. അതിനുശേഷം ഈ കേരളത്തിൽ നടന്ന സർക്കാരിനെതിരായി ഉണ്ടായ ഒട്ടുമിക്ക ആക്ഷേപങ്ങൾക്ക് പിന്നിലും ബാർ ഉടമകളാണ് എന്ന് കോൺഗ്രസ് മന്ത്രിമാർ, നേതാക്കന്മാർ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ബാർ കോഴ കേസിലായിക്കൊള്ളട്ടെ, അതിന് സമാനമായ മറ്റു വിഷയങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, CPIM-ഉം ഈ ബാർ ഉടമകളും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടോ? അതാണോ ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ? KM മാണി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന്. പക്ഷേ ആ ഗൂഢാലോചന അന്വേഷിക്കാൻ ഒരു സമിതി വെച്ചിരുന്നു. ആ സമിതി റിപ്പോർട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയില്ല. എങ്കിൽ കൂടിയും ചോദിക്കുകയാണ്. ശ്രീ വിജയകുമാർ, ആരാ കേരളം ഭരിക്കുന്നത്? ഉമ്മൻചാണ്ടിയല്ലേ ഭരിക്കുന്നത്? ഇല്ലാത്ത തെളിവുകൾ പോലും ഉണ്ടാക്കി ഞങ്ങളുടെ പരിണിതപ്രജരായ നേതാക്കളെ പോലും ജയിലിലടച്ചൊരു സർക്കാരാണ്. അവരോട് ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു ഗൂഢാലോചന ഈ സർക്കാരിനെതിരെ ഞങ്ങളുടെ നേതാക്കൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് നടത്തിയെങ്കിൽ എന്തേ നിങ്ങൾ തെളിയിക്കാത്തേ? ഇത്രയും ദിവസമായില്ലേ? മാത്രവുമല്ല, ഇന്ന് രാവിലെ പോലും മുഖ്യമന്ത്രി സരിതയുടെ CD-യുമായി ബന്ധപ്പെട്ടും കത്തുമായി ബന്ധപ്പെട്ടുമുള്ള വിവാദത്തിൽ പോലും ഡിഫൻസ് എടുത്ത എന്താ? ഗൂഢാലോചന എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ഗൂഢാലോചനയേ ഇല്ല എന്ന് ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമായിരിക്കുന്നു. ശ്രീ ഷുക്കൂറിനത് ബോധ്യമാകില്ല. KM മാണിക്കും വിക്ടർ തോമസിനും ബോധ്യമാകില്ല. കാരണം അവർ കുറ്റാരോപിതർക്ക് വേണ്ടി ഇവിടെ വക്കാലത്തെടുക്കാൻ വന്നിരിക്കുകയാണ്. ശ്രീ A. ഷുക്കൂർ ഒരു മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുകയായിരുന്നല്ലോ ഇത്രയും നേരം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നിങ്ങൾ ഭരണം നടത്തുന്നു. ഈ കേസിൻ്റെ ആദ്യം മുതൽ ഇതുവരെയും നിങ്ങൾ എന്ത് സമീപനം എടുത്തേ? ഈ കേരളത്തിൽ പൂർണ്ണമായും നിങ്ങൾ ഒരു വശത്ത് പ്രലോഭനം. നിങ്ങൾ ഈ വിൻസെൻ്റ് പോളിന് എന്താ കൊടുത്തത്? സത്യസന്ധമായി അന്വേഷണം നടത്തിയ സുകേശനെ കേസിലെ പ്രതിയാക്കി. ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി സർക്കാരിനൊപ്പം വിൻസെൻ്റ് പോളിന് നിങ്ങൾ പാരിതോഷികം കൊടുത്തു. എത്രയോ പേരാണിത്. ജേക്കബ് തോമസിൻ്റെ അനുഭവം എന്തായിരുന്നു? ഇവിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും കർശനമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടും ഇതുപോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടും ജനാധിപത്യ ശക്തികളുടെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും മാത്രമാണ് ഈ കേസിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയത്. ഹൈക്കോടതിയുടെ ഇന്നത്തെ വെർഡിക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. ആ പരാമർശം എന്താ? മന്ത്രിസഭയിലെ പ്രമുഖനെതിരെ, ആ മന്ത്രിസഭയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ, നിവർത്തിയില്ലാത്തതിൻ്റെ പേരിൽ മാത്രമേ അവർക്കത് ചെയ്യാനാവുകയുള്ളൂ. അതുകൊണ്ട് അതിൽ കഴമ്പുണ്ട്. ഇതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.
ഈ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ കെ എം മാണിയെ അതുവഴി രക്ഷിക്കുമായിരുന്നില്ലേ? ഞാനിതെല്ലാം മാറ്റിവെച്ച് വേറൊരു കാര്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. ശ്രീ വിക്ടർ തോമസ് ലൈനിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം മറുപടി പറയണം. ഇത്രയും പ്രശ്നം നേരിടുന്ന കെ എം മാണി, ഇതിന് സമാനമായ ആരോപണം നേരിട്ട കെ ബാബു, രണ്ടുപേർക്കും ഇരട്ട നീതിയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാൻ തൻ്റെ ഇടമുണ്ടോ? വിക്ടർ തോമസ് മറുപടി പറയണം. ഷുക്കൂർ പറയണം. ഇവിടെ രണ്ട് നീതിയല്ലേ? കെ ബാബു ഇതേ ഹൈക്കോടതിയുടെ ഈ കേസിൻ്റെ എന്താ നിങ്ങൾ ബാബുവിനെ രക്ഷപ്പെടുത്തുന്നത്? അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമാണ് ഗൂഢാലോചന എന്ന വാദം ഹൈക്കോടതി തന്നെ തള്ളിയിരിക്കുന്നു. ഇവിടെ ബിനോയ് ഒരിക്കൽ, ഇപ്പോൾ ഈ ചർച്ചയിൽ ബിനോയ് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബിനോയ് റിപ്പോർട്ടർ ചാനലിൽ തൻ്റെ ഒരു ചർച്ചയിൽ ഒരിക്കൽ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് സ്വതന്ത്രമായ ആരോപണം ഉന്നയിക്കാനാകുന്നില്ല, കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനാകുന്നില്ല, തെളിവ് കൊടുത്ത ഒരാളുടെ വീട് തന്നെ ഇതാ കുളം തോണ്ടുകയാണ്. ഇതെല്ലാം വന്നു ഇപ്പോൾ 2 ദിവസം മുമ്പാണല്ലോ ബിജു രമേശിൻ്റെ വീട് തന്നെ പൊളിക്കുന്നുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ ഭരണം നടത്തുന്ന ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ സഹായിക്കുന്ന, അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രലോഭിപ്പിക്കുന്നു, എതിരായി സത്യസന്ധമായ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥരെ കേസുകളിൽ പ്രതിയേർക്കുന്നു. ശ്രീ വിക്ടർ ടി തോമസ്, 2 കാര്യങ്ങൾക്ക് താങ്കളിൽ നിന്നൊരു പ്രതികരണം ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇരട്ട നീതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കെ എം മാണിക്ക് മാത്രമാണ് കോടതി നടപടികളും ഹൈക്കോടതിയിലും വിജിലൻസ് കോടതിയിലും ഒക്കെ പോകേണ്ടി വരുന്നത്. സമാനമായ ആരോപണം നേരിട്ട കെ ബാബുവിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ സജീവമാണ്. മറ്റൊന്ന്, പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നല്ലോ ഈ ബാർ കോഴ കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന്. ആ അന്വേഷണ റിപ്പോർട്ടിനെ പറ്റി പിന്നീടൊന്നും കേട്ടിട്ടില്ല. ഈ ഘട്ടത്തിലെങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് പറയേണ്ടതല്ലേ? പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതോടൊപ്പം ജനങ്ങളോടും പറയേണ്ടതല്ലേ? നമ്മള് ഈ ഗൂഢാലോചനകളും അതുപോലെ തന്നെ ഇവിടെ ക്രൈംബ്രാഞ്ച് ശക്തമായി പ്രധാനമായിട്ടും സുകേഷിന്റെയും ബിജു രമേശിന്റെയും ബന്ധത്തെ പറ്റിയും ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ വിഷയങ്ങളും അതിശക്തമായി ഗൗരവമായിട്ടാണ് ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നത്. അതിന് ക്രൈംബ്രാഞ്ച് ആദ്യ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണ് പ്രത്യേക സംഘത്തെ വെച്ച് ഗൗരവമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നീതിപൂർവമായി വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ അന്വേഷണം വരുമ്പോൾ ഇതിന്റെ ഗൂഢാലോചനകളൊക്കെ പുറത്തു വരും. അപ്പൊ ക്രൈംബ്രാഞ്ച് വളരെ ശക്തമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, ആ അന്വേഷണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കട്ടെ. അത് വരുമ്പോൾ നീതിപൂർവമായ ഒരു മറുപടി കിട്ടുകയും ഇന്ന് കോടതിക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കെ എം മാണി സാറിന്റെ സത്യസന്ധതയും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളും ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായി അദ്ദേഹത്തെ പോലെ 50 വർഷക്കാലമായി രാഷ്ട്രീയ ജീവിതത്തിൽ അതിശക്തമായി പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുകയും കാരുണ്യ പോലുള്ള ലോട്ടറിയിലൂടെ പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയുള്ള ആ മാന്യനായ ഇന്ന് കേരളം കണ്ടിട്ടുള്ള പ്രഗത്ഭനായ ആ നേതാവിനെ ആർക്കെങ്കിലും കൂടെ ചതിക്കുവാനൊക്കത്തില്ല എന്ന് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതാണ് താങ്കൾക്ക് അക്കാര്യത്തിലുള്ള വിശദീകരണം. ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹി ശ്രീ ബിനോയ് ടെലിഫോൺ ലൈനിലുണ്ട്. ബിനോയ്, ആരാണ് ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തുന്നത്? കെ എം മാണിക്കെതിരെ ബാർ ഹോട്ടൽ അസോസിയേഷനിലെ ചിലരും ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണോ? മറ്റൊന്ന്, നിങ്ങളൊക്കെ മൊഴി കൊടുക്കാത്തത് കൊണ്ടല്ലേ ഈ കേസൊക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നത്? ഈ അവസാനം വന്ന ക്ലോഷർ റിപ്പോർട്ടിൽ കോടതി നേരത്തെ ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്തത് ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ സഹകരിക്കാത്തതുകൊണ്ടാണ്. താങ്കൾ അടക്കമുള്ളവർ ഉണ്ടല്ലോ അക്കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് ഇനിയും സഹകരണത്തിന് ആവശ്യമില്ല, അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് വിജിലൻസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ സമയാസമയങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടായിരുന്നു? ബിനോയ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ബിനോയിലേക്ക് അല്പസമയത്തിനകം തിരിച്ചു വരാമെന്ന് കരുതുന്നു. ശ്രീ ഷുക്കൂർ, ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന വാദം സംബന്ധിച്ച് ഒരു അന്വേഷണം, ആഭ്യന്തര വകുപ്പ് തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി, ക്രൈംബ്രാഞ്ച് ഒരു സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി. പക്ഷേ ആ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിലേക്ക് വരാം. കോടതിയിൽ ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ച് ഹർജി പരിഗണിക്കുന്ന ജഡ്ജ് ചോദിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് പറയേണ്ടി വന്നു, അന്വേഷണം പുരോഗമിക്കുകയാണ്, സുകേഷിനെതിരെ തെളിവുണ്ടെന്നോ തെളിവില്ലെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊടുത്ത CD, അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയത് തിരുവനന്തപുരത്ത് ഫോറൻസിക് സയൻസ് ലാബിലാണ്. അപ്പോൾ കോടതി ചോദിച്ചു, അവിടെ ഇത്തരം പരിശോധനകളൊക്കെ നടത്താൻ പര്യാപ്തമായ സംവിധാനങ്ങളുണ്ടോ? അക്കാര്യത്തിലൊന്നും കൃത്യമായ മറുപടി ഇല്ല എന്ന് തന്നെയല്ല, ആ ലാബ് പരിശോധന റിപ്പോർട്ട് പോലും കോടതിയിൽ
ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ കേസിൽ ഒരു ഇടക്കാല സ്റ്റേ ഉണ്ടാവാതെ പോയതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രഥമ ദൃഷ്ട്യാ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്കും കഴിഞ്ഞിട്ടില്ല. വിജയകുമാറെ, ഇത് സംബന്ധിച്ചൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട കോഴ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പലപ്പോഴും ഇതിൻ്റെ ഓരോ വസ്തുതകളും പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ചർച്ചയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുള്ളതാണ്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗത്ത് CPM-ഉം ബാർ മുതലാളിമാരും ബിജു രമേശിൻ്റെ നേതൃത്വത്തിൽ കോടിയേരിയുടെ വീട്ടിൽ നടന്ന ഗൂഢാലോചന, ബിജു രമേശിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി സഖാക്കളുമായുള്ള ബന്ധം, സുകേശൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ വിജിലൻസിലെ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിൻ്റെ അവിഹിതമായ ബിജു രമേശുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പല ഘട്ടങ്ങളിലായി പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുക്കാൻ. നമുക്കറിയാം, സുകേശന്റെ 1-2 കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ CPM, ചില കാര്യങ്ങളിൽ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന CPM, സുകേശന്റെ മറ്റൊരു റിപ്പോർട്ടിൽ എളമര കരീമിനെ ചക്കിട്ടപ്പാറ ഇടപാടിൽ കുറ്റവിമുക്തനാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ചർച്ച വന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് നന്നായി അറിയാം. ഇതെല്ലാം ആരൊക്കെ തമസ്കരിക്കാൻ നോക്കിയാലും എളമര കരീമിന്റെ ഡ്രൈവർ ബന്ധു കൂടിയായ നൌഷാദ് താനാണ് 4.5 കോടി രൂപ വാങ്ങിക്കൊണ്ട് വന്ന് വാഹനത്തിൽ നിരത്തി വെച്ച് ഇത് കൈമാറിയത് എന്ന് പറഞ്ഞ സാഹചര്യവും, എന്നാൽ ഇത് പ്രഥമ ദൃഷ്ട്യാ കേസ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള സുകേശന്റെ റിപ്പോർട്ടും, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാകുകയാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏർപ്പെടുത്തുന്നത്. ക്രൈംബ്രാഞ്ച് കോടതിയുടെ മുമ്പാകെ കൊടുക്കേണ്ട റിപ്പോർട്ട് കൊടുത്തിട്ടില്ലായിരിക്കാം, എന്നാൽ പ്രഥമ ദൃഷ്ട്യാ ഇത്തരത്തിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് ഇത് തള്ളിയത് ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചയായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും അത് ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഗവൺമെന്റിനോട് പറയേണ്ട മറുപടിയാണ്. അതെന്തായാലും അതിലേക്ക് കടക്കാൻ ഒരു പൊതുപ്രവർത്തകനായ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാളുകളിൽ അതിന്റെ നിജസ്ഥിതി പുറത്തു വരും. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം കൂടി എടുത്ത തീരുമാനം ഇതെല്ലാം ശരിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് സീതാറാം യെച്ചൂരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താ മദ്യനയം കേരളത്തിൽ അത് ശരിയാണ്, അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഒരു തുള്ളി മദ്യം പോലും ഇനി കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM അനുവദിക്കില്ല. ഇപ്പോൾ കോടിയേരി അത് തിരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്, കേരളത്തിൽ ബാർ മുതലാളിമാരുടെ സംഘടനയുടെ നേതാവായ ബിജു രമേശും ഇപ്പോൾ സുകേശൻ ഒരു ഭാഗത്തും മറുഭാഗത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയും അല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയും അവിഹിതമായ ഏർപ്പാടുകളും നടന്നിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് അനുവദിക്കില്ല എന്നുള്ളത് ഈ സീതാറാം യെച്ചൂരി CPM-ന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പുറത്ത് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ആരാണ് മാണി സാറാണോ പ്രതിക്കോട്ടിലേക്കാകുന്നത്? പൊതുസമൂഹത്തിൽ കോടിയേരിയും ബാലകൃഷ്ണനും പിണറായിയുമാണോ എന്നുള്ളത് നാളുകളിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. ശ്രീ A. റഹീം, ഇക്കാര്യത്തിൽ ഞാൻ ആ ചോദ്യം ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് A. ഷുക്കൂർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മദ്യനയം അടക്കം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ വിജയകുമാർ, ദുർബലമായ വാദമുഖങ്ങളാണ് ശ്രീ A. ഷുക്കൂർ ഉയർത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ആകെ ഇവർക്ക് കിട്ടിയൊരു കേസ്, ഒരു ആരോപണം ചക്കിട്ടപ്പാറ കേസാണ്. എളമരം കരീമിനെതിരായ ചക്കിട്ടപ്പാറ കേസ് അന്വേഷിക്കാൻ ഇവരേൽപ്പിച്ച ഉദ്യോഗസ്ഥനേതാ? സുകേശൻ. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു സുകേശൻ. ആ സുകേശൻ അന്വേഷിക്കാൻ വേണ്ടിയാണ്. 2,
ഗവൺമെന്റിനെ ഏറെ പ്രതികൂട്ടിൽ നിർത്തിയ ബാർക്കോഴ കേസ് ക്വിക്ക് വെരിഫിക്കേഷനും തുടർന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതാരെയാ? സുകേശനെ. ഇത് രണ്ടും നിങ്ങൾ നോക്ക്. ശത്രുവിനെതിരായ കേസും തങ്ങളെ രക്ഷിക്കേണ്ട കേസിനും ഇവർ ഏൽപ്പിച്ച സുകേശനെ. അതിൻ്റെ അർത്ഥം സുകേശൻ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആൾ തന്നെയായിരുന്നു. പക്ഷേ ആ സുകേശന് പോലും കോടതി നിരീക്ഷണത്തിലാണ് നടക്കുന്നത് കേസ്. കൃത്യമായ തെളിവുകൾ വരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചക്കിട്ടപ്പാറ കേസിൽ എളമര ഗരീബിനെ കുറ്റമുക്തനാക്കേണ്ടിയും വന്നു. ബാർക്കോഴ കേസിൽ അതേ സുകേശന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടിയും വന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? ഇവിടെ നേരത്തെ ശ്രീ വിക്ടർ പി തോമസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യത്തിൻ്റെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബാർക്കോഴ കേസ് ഒറ്റപ്പെട്ട കേസല്ല. എങ്ങനെയാണ് കെ എം മാണി ഇതിൽ കണിചേർക്കപ്പെട്ടത്? അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയല്ലല്ലോ. അദ്ദേഹം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായി വിലപേശൽ നടത്തുന്നു. അതിൽ ഒരു കേസ് മാത്രമാണ് ബാർ കേസ്. താങ്കൾ നേരത്തെ ബിനോയിയെ ലൈനിൽ കിട്ടിയില്ല, ചോദിച്ചല്ലോ എന്തുകൊണ്ട് നിങ്ങൾ പോയി തെളിവ് കൊടുക്കുന്നില്ല? ശ്രീ വിജയകുമാർ, എങ്ങനെയാണ് ഇവർക്ക് തെളിവ് കൊടുക്കാനാവുക? ബിസിനസ്സുകാരാണ്. ആ ബിസിനസ്സുകാരെ ത്രട്ട് ചെയ്യാണ്. ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയും ത്രട്ട് ചെയ്യുന്ന ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ബിസിനസ്സുകാരെ വെറുതെ വിടോ? ഈ കേസ് കൃത്യമായ അന്വേഷണം നടക്കുകയും കുറ്റവാളികൾ പുറത്തു വരികയും ചെയ്താൽ കെ എം മാണി കുറ്റക്കാരനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ വരും. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഓരോ മേഖലയും വില പറഞ്ഞ് വിൽക്കായിരുന്നില്ലേ? ബേക്കറിക്കാരിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ? സ്വർണ്ണക്കടക്കാരിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ? അഴിമതിയുടെ കുംഭകോണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ശ്രീ റഹീം, ഏതായാലും 16-ാം തീയതി, ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരം വിജിലൻസ് കോടതി ബാർക്കോഴ കേസ് വിശദമായി പരിഗണിക്കുന്നുണ്ട്. അന്ന് ഇതിൽ കക്ഷി ചേരുന്നവരുടെ വാദം കൂടി കേൾക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുശേഷവും ഇതിന്മേലുള്ള നിയമ നടപടികൾ കെ എം മാണിക്ക് അനുകൂലമെങ്കിൽ അദ്ദേഹത്തിന്, എതിർകക്ഷികൾക്കോ അദ്ദേഹത്തിനെതിരാണെങ്കിൽ കെ എം മാണിക്ക് തന്നെയോ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത എ ഷുക്കൂർ, ഒപ്പം എ റഹീം, അഡ്വക്കേറ്റ് CP ഉദയഭാനു, കേരള കോൺഗ്രസ് നേതാവ് വിക്ടർ ടി തോമസ്, എല്ലാവർക്കും നന്ദി.